ഫ്രാൻസിസ് മാർപ്പാപ്പ ബൈബിൾ തിരുത്തിയെഴുതാൻ ലോക സാമ്പത്തിക ഫോറത്തിന് അനുമതി നൽകിയെന്ന തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാജ പ്രചരണം. നിലവിൽ പ്രചരിക്കുന്ന പോസ്റ്റർ വ്യാജമാണെന്ന് വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു. ബൈബിളിലെ തെറ്റായ വിവരങ്ങൾ പരിശോധിച്ചതിനു ശേഷം മായ്ച്ചു കളയണമെന്ന് പാപ്പ എക്സിൽ കുറിച്ചെന്ന സ്ക്രീൻഷോട്ടും സാമൂഹ്യ മാധ്യമങ്ങളിലെ പോസ്റ്ററിൽ പ്രചരിക്കുന്നുണ്ട്. ദി പീപ്പിൾസ് വോയ്സ് എന്ന വെബ്സൈറ്റിൽ ഡിസംബറിൽ പ്രസിദ്ധീകരിച്ച ഒരു ലേഖനവും പോസ്റ്ററിനൊപ്പം പങ്കുവയ്ക്കുന്നുണ്ട്. ഉത്തർപ്രദേശിൽ ഒരു കത്തോലിക്ക വൈദികൻ ഉൾപ്പെടെ 30-ലധികം ക്രൈസ്തവർ മതപരിവർത്തന നിരോധന നിയമ മറവിൽ അറസ്റ്റിലായതിനെ തുടർന്ന് വിചാരണ നേരിട്ട് ജയിലുകളിൽ കഴിയുന്നതായി റിപ്പോർട്ട്. ജയിലുകളിൽ നിന്ന് ജാമ്യം നേടുന്നതിൽ അമിതമായ കാലതാമസമാണ് ഇവർ നേരിടുന്നതെന്നും UCA ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഫാദർ ഡൊമിനിക് പിന്റോ ഉൾപ്പെടെയുള്ളവരുടെ ജാമ്യാപേക്ഷ സംബന്ധിച്ച വാദം തുടർച്ചയായി 3-ാം തവണയും മാറ്റിവെച്ചതിനെ തുടർന്ന് ഇവരുടെ മോചനത്തിനായി ലക്നൌ ബിഷപ്പ് ജെറാൾഡ് ജോൺ മത്യാസ് പ്രാർത്ഥനയ്ക്ക് ആഹ്വാനം നൽകി. ലോകത്തിലെ 1/3 രാജ്യങ്ങളിലും മതസ്വാതന്ത്ര്യം ലംഘിക്കപ്പെടുന്നുവെന്നും ഇത് ഏകദേശം 4.9 ലക്ഷം കോടി ജനങ്ങളെ ബാധിക്കുന്നുവെന്നുമുള്ള പരിശുദ്ധ സിംഹാസനത്തിന്റെ ആശങ്ക ഐക്യരാഷ്ട്രസഭയ്ക്കും മറ്റ് അന്താരാഷ്ട്ര സംഘടനകൾക്കുമായുള്ള വത്തിക്കാന്റെ സ്ഥിരം നിരീക്ഷകനും അപ്പസ്തോലിക് ന്യൂൻഷോയുമായിട്ടുള്ള മോൺസിഞ്ഞോർ എത്തോരെ ബലസ്ത്രേരോ പ്രകടിപ്പിച്ചു. ജനീവയിൽ ഫെബ്രുവരി 29-ാം തീയതി നടന്ന മനുഷ്യാവകാശ കൗൺസിലിന്റെ 55-ാമത് സെഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിക്കരാഗ്വയിൽ കത്തോലിക്ക സഭയ്ക്ക് മേൽ അടിച്ചമർത്തലുകൾ വർദ്ധിപ്പിച്ച് ഓർട്ടേഗ ഭരണകൂടം. സർവകലാശാലകൾ, മതസംഘടനകൾ, സർക്കാരിതര സംഘടനകൾ എന്നിവയുൾപ്പെടെ നിക്കരാഗ്വയിലെ 10 സംഘടനകളെ ചൊവ്വാഴ്ച സർക്കാർ പിരിച്ചുവിട്ടു. രാജ്യത്തെ സ്വതന്ത്ര സ്ഥാപനങ്ങളെ ലക്ഷ്യമിട്ട് നടക്കുന്ന അടിച്ചമർത്തലിന്റെ ഭാഗമാണ് ഈ പുതിയ നീക്കം. ഏഷ്യയിലെ ഏറ്റവും വലിയ അൽമായ പ്രേക്ഷിത സംഘടനയായ ചെറുപുഷ്പ മിഷൻ ലീഗ് അന്തർദേശിക വാർഷിക സമ്മേളനം ഇന്ന് ഓൺലൈനായി നടത്തപ്പെട്ടു. സീറോ മലബാർ സഭാ തലവനും മിഷൻ ലീഗിന്റെ രക്ഷാധികാരിയുമായ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ചെറുപുഷ്പ മിഷൻ ലീഗ് അന്തർദേശീയ പ്രസിഡന്റ് ഡേവിസ് വല്ലുരാൻ അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ സീറോ മലബാർ സഭ ദൈവവിളി കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് മാർ ലോറൻസ് മുക്കുഴി മുഖ്യപ്രഭാഷണം നടത്തി.